ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ്ബി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടോ. ഞാൻ ഇതുവരെ നിങ്ങളെ പരിചയപ്പെടാത്ത ഒരു പ്രൊഡക്റ്റും കൊണ്ടാണ് അത് വെച്ചുള്ള ഫേസ് പാക്കാണ്. അതായത് ആൽമണ്ട് ഗം. പിന്നെ തമിഴിൽ ഇതിനെ പറയുന്നത് ബദാം പിസിൽ എന്നാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് കേട്ടോ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും എൻ്റെ ഒരു ഫ്രണ്ട് ചെന്നൈയിലുണ്ട്, അവളാണ് പറഞ്ഞത് ഇത് നല്ലതാണ്, ഇതൊരു പോസ്റ്റ് ഇടണേന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ പോസ്റ്റ് ഇടാണേ. അപ്പോൾ ഈ ആൽമണ്ട് ഗം എന്ന് പറയുമ്പോൾ ഈ ബദാം മരത്തിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. അതിൽ നിന്ന് ഉള്ള പശ, അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ശരീരത്തിനെ കൂള് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചൂടുള്ള കൺട്രീസിലും ഇപ്പോൾ തമിഴ്നാട്ടിൽ മധുര അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിട്ട് പിന്നെ വെള്ളം കുടിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുന്നതിന് ഏറ്റവും നല്ല ഒന്നാണ് ഈ ബദാം ഗം. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക്, കൊളസ്ട്രോൾ കുറയുന്നതിന്, ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന്, അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഇതിനുണ്ട്. നമ്മൾ കഴിക്കുന്നുമുണ്ട്. അപ്പം ഞാൻ കഴിക്കുന്ന കാര്യം പറയുന്നില്ല, നമുക്ക് ഫേസ് പാക്കിൻ്റെ കാര്യം പറയാം. ഓക്കെ, അപ്പോൾ ഫേസ് പാക്ക് ഇടാണെങ്കിലുള്ള ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം ഇത് നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സൂര്യനിൽ നിന്ന് ഏൽക്കുന്ന ഡാമേജസ് മൂലം ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെല്ലാം പിന്നെ അകറ്റി നിർത്തുന്നതിന്, അതായത് നമുക്ക് അകാല വാർദ്ധക്യം ബാധിക്കാതിരിക്കുന്നത്, പെട്ടെന്ന് നമ്മുടെ സ്കിന്ന് മോശമാവാതിരിക്കുന്നതിന് ഏറ്റവും നല്ല ഒന്നാണ് ആൽമണ്ട് ഗം കേട്ടോ. അപ്പോൾ അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ, ഇതിൽ ധാരാളം പ്രോട്ടീനും അതുപോലെ മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാവുന്നത് ആൻറ്റി ബാക്ടീരിയലാണ്. അപ്പോൾ ഈ മുഖക്കുരൊക്കെ ഉള്ളവർക്കും അതുപോലെ ഇങ്ങനെ വലിയ മുഖക്കുരൊക്കെ ഉള്ളവർക്ക് ഇൻഫ്ലമേഷൻ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. പിന്നെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാവുന്ന മുഖത്തുള്ള റാഷസ്, വൂണ്ട്, അങ്ങനെയുള്ള മിക്കവാറും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കേട്ടോ, അതിനൊക്കെത്തിനും ഇത് ഗുണപ്രദമാണ്. അപ്പോൾ നമുക്ക് ഇത് പിമ്പിൾസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം. അതുപോലെ സ്കിൻ ടൈറ്റൻ ചെയ്യാനും ഈ ആൽമണ്ട് ഗം നമുക്ക് ഉപയോഗിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇത് സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാവേ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഇത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ നമ്മൾ കുന്തിരിക്കൊക്കെ വാങ്ങുന്ന പോലെ ഇങ്ങനെ ചെറിയ നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് പോസ്റ്റിൽ, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇതിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ, 2 പീസ് എടുത്താൽ മതി. ഇത് തലേന്നേ നമ്മളിത് കുതിർക്കാനിടണം. രാത്രി ഇത് ഇട്ട് ഒരു 12 മണിക്കൂർ 8 to 12 hours ഇത് കുതിരണം. അപ്പോൾ നമുക്കൊരു ചെറിയ പിന്നെ കപ്പെടുത്ത് അതിലേക്ക് ഈ 2 എണ്ണം ഇട്ടാൽ മതി. ഇത് ഇട്ട് അങ്ങ് വെച്ചേക്കണം. നേരം വെളുക്കുമ്പോൾ ഇതിങ്ങനെ കുതിർന്ന് ഇങ്ങനെ ഒരു ജെല്ല് പരുവത്തിലാവേ, അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് നമ്മളെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. 1/2 സ്പൂൺ ഓട്സ് വേണം. പിന്നെ ഒരു ചെറിയ കഷ്ണം കേട്ടോ, ഒരു പഴത്തിൻ്റെ ഒരു 1/4 ഭാഗം മതി, നല്ല പഴുത്ത ഏത്തപ്പഴം കേട്ടോ, അത് കൂടെ എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ അങ്ങോട്ട് അരച്ചെടുക്കണം. ഓക്കെ, അരച്ചെടുത്തിട്ട് അതിലേക്ക് ഇനി ഇത് അലോവേറ ജെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പഴത്തിന് പകരം, ബനാനയ്ക്ക് പകരം നമുക്ക് അലോവേറ ജെല്ല് എടുക്കാം. അപ്പോൾ ഇത് ഓട്സും അതുപോലെ ബദാം ഗമ്മും മാത്രം അരച്ചാൽ മതി. അപ്പോൾ ഓക്കെ, എന്നിട്ട് അതിലേക്ക് അലോവേറ ജെല്ല് ഇട്ടാൽ മതി. നമ്മൾ ഏത്തപ്പഴം ഉപയോഗിക്കുമ്പോഴാണ് ഇത് 3ഉം കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ അരച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ഹണി ചേർക്കാം, അതുപോലെ പാല് ചേർക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹണി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, നല്ല മോയ്സ്ചറൈസർ ആണല്ലോ ഹണി. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാം. മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യാം. അപ്പോൾ ഇത് മുഖം നല്ല ക്ലിയർ ആവുന്നതിന് മാത്രമല്ല സ്കിൻ ടൈറ്റ് ആവുന്നതിന് നല്ല ഒരു ഐറ്റമാണ് ഈ ആൽമണ്ട് ഗം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഉണ്ടാക്കുക. ഞാനിതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ, വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി കേട്ടോ, ഇട്ടേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. പിന്നെ അടുത്തതായിട്ട് ഇനി മുഖക്കുരു ഉള്ളവരെ സംബന്ധിച്ച് ഇത് നമുക്കിതുപോലെ തന്നെ തലേന്ന് 2 എണ്ണം എടുത്ത് കപ്പിൽ വെള്ളത്തിലിടുക. എന്നിട്ട് പിറ്റേന്ന് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് ആ രൂപത്തിലേക്ക്, നമുക്ക് മുഖത്തിടാൻ പറ്റുന്ന ആ പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് പിന്നെ ഇടേണ്ടത് പാലല്ല കേട്ടോ, തേനും ഒഴിക്കാം. 2 തുള്ളി
ചെറുനാരങ്ങയുടെ നീരൊഴിക്കുക കേട്ടോ. തേനെന്ന് പറയുമ്പോൾ ഒരു 1/2 സ്പൂൺ എങ്ങാനും ഒഴിച്ചാൽ മതി, അധികം വേണ്ട. ചെറുനാരങ്ങ നീരും ഒരു 4-5 തുള്ളി അതിനകത്ത് ഒഴിച്ചിട്ട് ഈ മുഖക്കുരുവിൽ മാത്രം നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. എല്ലാവരും അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പോൾ ആ മുഖത്തിൽ ആ കുരുവിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസൊക്കെ പോകുന്നതിനും ഇങ്ങനെ പെട്ടെന്ന് ഇതങ്ങോട്ട് ചുങ്ങി പോകുന്നതിനും എല്ലാത്തിനും ഈ ഒരു പാക്ക് ഉപകരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് പിമ്പിളുള്ളവർക്ക് അതുപോലെ വലിയ വലിയ മുഖക്കുരു ഉള്ളവർക്കും എല്ലാവർക്കും ഈ പാക്ക് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മുഖം ക്ലിയർ ഫേസാണ്, മുഖത്തെ പിന്നെ അഴുക്കൊക്കെ പോയി മുഖം നമ്മളൊരു ക്ലെൻസ് ചെയ്യുന്ന കൂട്ടും. അതുപോലെ മുഖം ഒന്ന് ഗ്ലോ ചെയ്യുന്നതിനും നമുക്കിതുപോലെ ഒന്നും വേണ്ട, ഇത് വെറുതെ വെള്ളത്തിൽ അരച്ചിടാം. ഞാൻ പറഞ്ഞു കൂട്ട് നമ്മൾ തലേന്ന് 2 എണ്ണ എടുക്കുക, അത് വെള്ളത്തിൽ കുതിർക്കുക, പിറ്റേന്ന് അത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് അത് തന്നെ വേറെ ഒന്നും ചേർക്കണ്ട. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാൻ കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഇത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്താലും മുഖം നല്ല ക്ലിയർ ആവും കേട്ടോ. ഇത് തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് മാറ്റിയാൽ മുഖം നല്ല ക്ലിയറാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ആൽമണ്ട് ഗം വെച്ച് 3 പാക്ക് പറഞ്ഞേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാവും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി നിങ്ങളിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യണം കേട്ടോ. ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ. പ്രത്യേകിച്ച് സ്കിന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ടൈറ്റൻ ലൂസാവുന്ന പ്രവണതയുള്ളവർക്കൊക്കെ ഈ ആൽമണ്ട് ഗം ഉപകരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വാങ്ങി ഉപയോഗിക്കണേ. പിന്നെ ഉണ്ടല്ലോ, ഇത് കഴിച്ചാൽ വെയിറ്റ് കൂടുന്നാണ് പറയണേ. വെയിറ്റ് കൂടാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ശരീരം തണുപ്പിക്കുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. മസിലിനൊക്കെ ബലം കിട്ടുന്നതിനും എല്ലാത്തിനും വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇടാം. ഇപ്പം നമുക്ക് ഇതിൽ പിന്നെ സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഈ ആൽമണ്ട് ഗമ്മ് മുടിക്കും നല്ലതാണ്, ഹെയറിനും നല്ലതാണ്. അപ്പം അതിനെക്കുറിച്ചും ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് ഞാനത് ഒന്നും കൂടെയൊക്കെ അത് പഠിച്ച് ഒന്നും കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ വരാം. ആ 2 വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്താ എൻ്റെ കാര്യം പറയണമല്ലോ അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇനിയും കൂടാനുണ്ട്, ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കണം, അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെന്താ, പിന്നെ കൂടുതലൊന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എന്നെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.